പല ജിമ്മുകളിലും അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ട്രെയിനർ നമുക്കൊരു ഡയറ്റ് പ്ലാൻ തരും. അവർ തരുന്ന ഡയറ്റ് പ്ലാനും ഇപ്പൊ പറഞ്ഞത് തമ്മിൽ എന്താണ് വ്യത്യാസം? ലൈക്ക് ഹൈലി അൺസയന്റിഫിക് എന്ന് പറയും. കാരണം എനിക്ക് വരുന്ന കുട്ടികളിലിടയിൽ ഏറ്റവും കൂടുതൽ ഞാൻ പോരായ്മകൾ കണ്ടിട്ടുള്ളത് ഈ ജിമ്മിന്ന് സജസ്റ്റ് ചെയ്യുന്ന ഡയറ്റുമായിട്ട് വരുന്ന ആൺകുട്ടികൾ പ്രത്യേകിച്ചും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു ജെന്റിൽമാൻ ഞാൻ സ്ക്രീൻ ചെയ്തു, അതായത് ഈ ബയോ ഇൻഡിവിജ്വാലിറ്റി അസസ്മെന്റ് ചെയ്തു. സ്ക്രീൻ ചെയ്തപ്പോൾ ഈ പയ്യൻ കഴിക്കുന്ന പ്രോട്ടീൻ 215 ഗ്രാമാണ്. ഡയറ്റ് കൊടുത്തിരിക്കുന്നത് ജിമ്മിലെ ട്രെയിനറാണ്. അവന്റെ ആഗ്രഹം എന്താണ്? മസിൽ ബിൽഡപ്പ് ആണ്. നല്ലോണം മസിലൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പയ്യന്റെ പ്രോട്ടീൻ്റെ ആക്ച്വൽ റിക്വയർമെന്റ് ഇസ് ബിലോ 150. ബസ് നമുക്ക് എത്ര ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിലും സിവിയർ ആയിട്ടുള്ള ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഡിസീസ് കണ്ടീഷൻ വന്ന് ഫുൾ സെൽസ് ഒക്കെ റീബിൽഡ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ മാത്രമേ നമ്മൾ 2 gram per kg ബോഡി വെയിറ്റ് പ്രോട്ടീൻ റെക്കമെൻഡ് ചെയ്തുള്ളൂ. ഇദ്ദേഹത്തിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 75 കിലോയേ ഉള്ളൂ. 75 കിലോ ബോഡി വെയിറ്റ് ഉള്ള ഒരു പയ്യന് 215 ഗ്രാമിന്റെ പ്രോട്ടീൻ ആവശ്യമില്ല. അല്ലെങ്കിൽ അത്രയും എക്സസ് പ്രോട്ടീൻ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏത് രീതിയിലാണ്? ഒരൊറ്റ മീലിൽ കൂടെ 100-150 ഗ്രാമിന്റെയും പ്രോട്ടീൻ കഴിക്കുക എന്ന് പറയുന്നത് ഡാമേജിങ് ആണ്. പ്രത്യേകിച്ച് ഹൈഡ്രേഷൻ പാറ്റേൺ മോശമാണെങ്കിൽ ഇതിന്റെ ബാക്കപ്പ് ആയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനും അറിയില്ല. ഓക്കെ, ഇതൊക്കെ വളരെ അലാമിംഗ് ആയിട്ടുള്ള ഒത്തിരി ഇന്റർവെൻഷൻ പിന്നീട് ആവശ്യം വരുന്ന രീതിയിലുള്ള അപകടകരമായ രീതിയിലുള്ള സജഷൻസും റെക്കമെൻഡേഷൻസും ആണ് ഈ ട്രെയിനേഴ്സ് കൊടുക്കുന്നത്.